കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രോബയോട്ടിക് ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി നിങ്ങൾക്ക് അതിൽ കുറച്ച് തൈരൊഴിച്ചോ അല്ലെങ്കിൽ മോരൊഴിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിനകത്ത് കഴിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പ്രോബയോട്ടിക് കണ്ടന്റ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയറ്റിലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അത് വളരെ സഹായമാകുകയും ദഹനക്കേടുകൾ, ദഹന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ, അസിഡിറ്റി അല്ലെങ്കിൽ താരൻ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ടുള്ളത് അച്ചാറാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പ്രിസർവേറ്റീവ് ചേർത്ത അച്ചാറല്ല. നമുക്ക് ഇതുപോലെ കടുകൊക്കെ അരച്ച് വീട്ടിൽ തന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാറുകൾ, അത് നാരങ്ങ ആയിക്കോട്ടെ, നെല്ലിക്ക ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, ഒരു പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ളത് തൈരാണ്. പുളിയില്ലാത്ത തൈരായ യോഗേട്ട് വളരെ നല്ലതാണ്. ഒരു 3-4 സ്പൂണൊക്കെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ, രാവിലെയും വൈകിട്ടും കഴിക്കാണ്ടിരിക്കുക, ഉച്ചയ്ക്ക് മാത്രം ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതും നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഗോതമ്പ് റൊട്ടി അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒപ്പം നമുക്ക് ഇതുപോലെ കേടും പിക്കിളുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ കഞ്ഞി പല രീതിയിൽ, പല റെസിപ്പിയിൽ ഉണ്ടാക്കി കഴിക്കാം. പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് ഇതുപോലെ പഴങ്കഞ്ഞി പല റെസിപ്പിയിലായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബയോട്ടിക് ഫുഡ് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടലിൽ നല്ല ബാക്ടീരിയയുടെ അളവ് നല്ല രീതിയിൽ വർദ്ധിക്കുകയും നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനും അല്ലെങ്കിൽ കാര്യമായ ദഹന പ്രശ്നങ്ങൾ വരാതെ നിങ്ങളുടെ കുടലിനെ സംരക്ഷിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും.